നമുക്ക് ഇന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തിരുത്ത്. സാധാരണ ഈ പത്രത്തിലൊക്കെ തലേ ദിവസത്തെ വാർത്തയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തിരുത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറില്ല. അതുപോലെ ആഗസ്റ്റ് 3-ാം തീയതി ഉള്ള പ്രഭാഷണത്തിൽ ഒരു ചെറിയ തിരുത്ത്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അതായത് 33 കോടി ദേവന്മാരുടെ കഥ പറഞ്ഞപ്പോൾ 33 കോടിയില്ല, ദേവന്മാർ എണ്ണത്തിൽ 33 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ 33 ദേവന്മാരുടെ കാര്യം പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുപറ്റി. ശരിക്കുള്ള ദേവന്മാർ ഇനി പറയുന്നവരാണ്: ഏകാദശ രുദ്രന്മാർ, ദ്വാദശ ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, ഇന്ദ്രൻ, പ്രജാപതി. ഞാൻ അശ്വിനി ദേവന്മാരെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ്. എങ്ങനെയോ ഒരു തെറ്റ് അങ്ങനെ കടന്നുകൂടി. ശരിക്കും ഏകാദശ രുദ്രന്മാർ, ദ്വാദശ ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, ഇന്ദ്രൻ, പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ എന്നാണ് അർത്ഥം. ഈ 33 ദേവന്മാർ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. കോടി എന്ന് പറഞ്ഞാൽ ഓരോ ദേവൻ്റെയും അനന്തമായ ശക്തിവിശേഷങ്ങൾ എന്നാണ് അർത്ഥം. കോടി എന്ന് പറഞ്ഞാൽ 1 crore എന്നുള്ള അർത്ഥത്തിലല്ല. ഓരോ ദേവനും അനേകം ശക്തികളുണ്ട്. അതിനെയാണ് കോടി എന്ന് പറഞ്ഞത്. ആ കോടി മാറ്റിക്കളയുക, 33 എന്നുള്ള സംഖ്യ മാത്രം എടുത്താൽ മതി. നമുക്ക് വായിച്ച് അവസാനിപ്പിച്ച ശ്ലോകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പിണ്ഡാഹാര്യാമദുർഗന്ധിഗുണ്ഠീകൃതകകുബ്ഗണം രക്തഗർഭാഭ്രനിർവ്യൂഹൈ ഖാദിരജ്വലനോജ്വലം. പിണ്ഡാഹാര്യാമദുർഗന്ധി എന്ന് പറഞ്ഞാൽ ഈ ശവമെന്ന് പറയുന്നത് ദുർഗന്ധം വമിക്കുന്ന ഒരു ശവമായിരുന്നു. അതിനെയാണ് ദേവിയുടെ അനുചരന്മാരായ ഭൂതഗണങ്ങളും പിശാചും മറ്റ് ഗണങ്ങളും എല്ലാവരും കൂടെ ഭക്ഷിക്കാൻ തുടങ്ങിയത്. ദുർഗന്ധിയാണ് ഈ ശവത്തിൻ്റെ ദുർഗന്ധം കൊണ്ട് ദിക്കുകൾ മുഴുവൻ വ്യാപിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദുർഗന്ധം സർവ്വദിക്കിലും പരന്നു. രക്തഗർഭാഭ്രനിർവ്യൂഹൈ, അഭ്രം മേഘം, മേഘസമൂഹങ്ങളിൽ രക്തം നിറഞ്ഞു. ഇതിനെ കടിച്ച് തിന്നുമ്പോഴേ അതിൽ നിന്ന് രക്തബിന്ദുക്കൾ 4 ഭാഗത്തും തെറിക്കും. ആ രക്തബിന്ദുക്കൾ കൊണ്ട് മേഘമാലകൾ നിറയ്ക്കപ്പെട്ടു. ഖാദിരജ്വലനോജ്വലം. ഖാദിരം എന്ന് പറഞ്ഞാൽ ഖദിരത്തെ സംബന്ധിച്ചത്. ഖദിരം എന്നുള്ളതിന് നമ്മൾ കരിങ്ങാലി എന്ന് പറയാറില്ലേ? കരിങ്ങാലി വെള്ളം. കരിങ്ങാലി എന്ന് പറയുന്നത് ഒരു മരമാണ്. അതിൻ്റെ പൊടി നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കും. അപ്പോൾ അത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരു ചെറിയ മണവും കാണും അതിന്. അപ്പോൾ ആ കരിങ്ങാലി മരത്തെയാണ് ഖദിരം എന്ന് പറയുന്നത്. ആ ഖദിരത്തിൻ്റെ തടിയുടെ കാതൽ നല്ല പോലെ കത്തുന്ന ഒന്നാണ്. നിന്ന് കത്തുക എന്ന് പറയത്തില്ലേ? അതായത് പഞ്ഞിയും കടലാസും ഒക്കെ പെട്ടെന്ന് കത്തിപ്പോവും. വിറക് അങ്ങനെയല്ല, നിന്ന് കത്തും. അതുപോലെ നിന്ന് കത്തുന്ന കാതലോട് കൂടിയ ഒരു മരമാണ് ഈ കരിങ്ങാലി. അതിനെയാണ് ഖദിരം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ആ ഖദിരവൃക്ഷത്തിൻ്റെ കാതൽ കത്തുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആകാശം ജ്വലിക്കാൻ തുടങ്ങി. ചുവന്ന നിറം, ചുവപ്പ് നിറം, രക്തബിന്ദുക്കളുടെ ചുവന്ന നിറം കൊണ്ട്. മാംസചർവണ സംരംഭ പ്രോദ്യച്ഛവശവസ്വനം. പ്രോദ്യച്ഛവശവസ്വനം
ലതാസ്ഥിഖണ്ഡനോഡ്ഡീന ബൃഹത് കടകടാരവം. ചണ്ഡികയുടെ അല്ലെങ്കിൽ ചാമുണ്ടാദേവിയുടെ അനുചരന്മാർ, ഈ ഭൂതപ്രേതാദികൾ, ഈ ശവത്തിൻ്റെ ഓരോ ഭാഗമായി കടിച്ചെടുത്ത് വായിലിട്ട് ചവയ്ക്കുന്ന ആ ശബ്ദം, വാക്കകത്തിട്ട് ചവയ്ക്കുമ്പോൾ ചിലർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചവയ്ക്കും, ശബ്ദമില്ലാതെ ചവയ്ക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ശവത്തിൻ്റെ ഭാഗങ്ങളെ ദേവിയുടെ അനുചരന്മാർ ചവയ്ക്കുന്ന ശബ്ദമാണ് ശവശവ എന്നുള്ള ശബ്ദം. കടിച്ച് തിന്നുന്നതും ശവത്തെയാണ്. ആ ശബ്ദത്തിനും ശവശവ എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ലതാസ്ഥി ഖണ്ഡനോഡീന ബൃഹത് കടകടാരവം. അസ്ഥി ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലിൻ കഷ്ണങ്ങൾ. അത് ഈ ശവത്തെ ഭക്ഷിക്കുമ്പോൾ അസ്ഥിഖണ്ഡങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി, അതിനെ ഭക്ഷിക്കുമ്പോൾ അതിങ്ങനെ ആകാശത്തിലേക്ക് തെറിക്കുകയാണ്. ഈ വള്ളികളിൽ നിന്ന് കാറ്റിൽ പൂക്കൾ 4 ഭാഗത്തും ചിതറുന്നത് പോലെ ഈ അസ്ഥിഖണ്ഡങ്ങൾ 4 ഭാഗത്തേക്കും ചിതറി. ബൃഹത് കടകടാരവം. എല്ല് കടിച്ച് മുറിക്കുമ്പോഴേ ചടപട ചടപട എന്നുള്ള ശബ്ദം കേൾക്കും. അങ്ങനെ ഭക്ഷിച്ചു ഈ ഭൂതഗണങ്ങൾ എന്നാണ് പറയുന്നത്. ഭൂതസംഘട്ട വിശ്ലേഷ വശാത് ഭീഷണ നിസ്വനം ഹിമവത് വിന്ധ്യശൈലാദ്രി പ്രമാണാസ്ഥ്യജലാവൃതം. ഭൂമി മുഴുവൻ അസ്ഥി കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഈ മഹാശവത്തിൻ്റെ മാംസം ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലുള്ള എല്ലുകൾ അതൊക്കെ കുന്നുകൂടി അസ്ഥിപർവ്വതങ്ങൾ രൂപപ്പെട്ടു. ഭൂതസംഘട്ട വിശ്ലേഷവശാത് ഭീഷണ നിസ്വനം. ആ എല്ല് പൊടിയുന്ന ശബ്ദം കേൾക്കുന്നത് തന്നെ ഭയാനകമായിരുന്നു. ഹിമവത് വിന്ധ്യശൈലാദ്രി പ്രമാണ അസ്ഥ്യചലാവൃതം. ഹിമാലയത്തെപ്പോലെയും വിന്ധ്യപർവ്വതത്തെപ്പോലെയും അത്രയും വലിപ്പമുള്ള അസ്ഥികളുടെ കൂനകൾ ഭൂമിയിൽ രൂപപ്പെട്ടു എന്നാണ്. എല്ലാം കൂടെ കടിച്ച് തിന്നുകയാണ്. അപ്പോൾ ഈ വലിയ ശവത്തിൽ എത്ര കണ്ട അസ്ഥികളുണ്ടാവും? വലിയ വലിയ അസ്ഥികൾ, എല്ലുകളായിരിക്കും. അതൊക്കെ കടിച്ച് പൊടിച്ച്, എല്ലുകൾ സാധാരണ ഭക്ഷിക്കാറില്ല, ആ എല്ലുകളെയൊക്കെ കൂന പോലെ ഇങ്ങനെ ഈ ഭൂതഗണങ്ങളും മറ്റും കൂട്ടിയിട്ടു. ദേവീ മുഖാനലജ്വാല പക്വമാംസാക്തഭൂതലം രക്തസീകര നീഹാര സിന്ദൂരിത കകുഗണം. ദേവിയുടെ മുഖത്തിൽ നിന്ന്, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തബിന്ദുക്കൾ ഭൂമിയെ മൂടൽമഞ്ഞ് ആവരണം ചെയ്യുന്നത് പോലെ ആവരണം ചെയ്തു എന്നാണ്. വായിൽ നിന്ന് ഇങ്ങനെ രക്തബിന്ദുക്കൾ ഒരു പ്രദേശത്തെ മൂടൽമഞ്ഞ് ആവരണം ചെയ്യുന്നത് പോലെ. മാംസയുക്തം, മാംസത്തോടു കൂടി, മാംസവും മാംസത്തിലുള്ള രക്തവുമെല്ലാം, അതൊക്കെ അതുകൊണ്ട് ഭൂതലം നിറഞ്ഞു. രക്തസീകര നീഹാര സിന്ദൂരിത കകുഗണം. സിന്ദൂരം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ളതാണ്. സ്ത്രീകൾ നെറ്റിയിൽ തൊടുന്ന ഒരു വസ്തുവാണ് സിന്ദൂരം. പൊട്ട എന്ന് പറയുന്നത് നെറ്റിയുടെ ഈ മധ്യഭാഗത്ത്, അതായത് 2 പുരികങ്ങളുടെ നടുക്കാണ് സാധാരണ തിലകം ചാർത്തുന്നത്. സിന്ദൂരം എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾ ഈ മൂർധാവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുടി ഇങ്ങനെ പകുത്ത്, അതിനെന്താ പറയുന്നത്? മുടി വകുക്കുക എന്നോ അല്ലേ പറയുന്നത്, ഇല്ലേ? ആ ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് തൊടുന്നതാണ് ഈ സിന്ദൂരം. അപ്പോൾ സിന്ദൂര തിലകം ഒരു സ്ത്രീയുടെ നെറ്റിയിലുണ്ടെങ്കിൽ ആ സ്ത്രീ വിവാഹിതയാണ് എന്ന് മനസ്സിലാക്കാം. അവിവാഹിതകൾ തിലകം മാത്രമേ ചാർത്തത്തുള്ളൂ, സിന്ദൂര തിലകം ചാർത്തുകയില്ല. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുന്നി, ഒരു പാട്ടുണ്ടല്ലോ.
ഓരോ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മ വരുന്നു, പാടാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നീഹാരം, മൂടൽമഞ്ഞ് ഒരു പ്രദേശത്ത് വ്യാപിക്കുന്നത് പോലെ ദിക്കുകൾ മുഴുവൻ സിന്ദൂരവർണ്ണത്തിലുള്ള എന്ന് പറഞ്ഞാൽ ചുവന്ന വർണ്ണത്തിലുള്ള രക്തബിന്ദുക്കൾ വ്യാപിച്ചു. സർവതഃ പ്രേക്ഷകൈർദേവൈ സപ്രാകാര ദിഗന്ധരം രുധിരൈകാർണവീഭൂത സപ്തദ്വീപവസുന്ധരം. ദേവന്മാരെല്ലാവരും ലോകാലോക പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൊടുമുടികളിൽ നിന്നുകൊണ്ട് ഈ ഭീകര ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രുധിരൈകാർണവീഭൂത സപ്തദ്വീപ വസുന്ധരം. ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ 7 ദ്വീപുകൾ, ആ 7 ദ്വീപുകളോട് കൂടിയ വസുന്ധര ഭൂമി 7 സമുദ്രങ്ങൾ, 7 ദ്വീപുകളെ ചുറ്റി 7 സമുദ്രങ്ങളുണ്ടെന്നാണ്. ആ 7 സമുദ്രങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം കൂടെ ചുവന്ന വർണ്ണത്തിലുള്ള ഒരു സമുദ്രമായി മാറി. രക്തം നിറഞ്ഞ സമുദ്രം. സപ്തസാഗരങ്ങളും ചുവന്ന നിറത്തോടു കൂടിയവയായി തീർന്നു. അങ്ങനെ ഒറ്റ സമുദ്രമേ ഇപ്പോഴുള്ളൂ. കാരണം എല്ലായിടത്തും ചുവന്ന നിറമുള്ള രക്തം സമുദ്രങ്ങളിൽ വ്യാപിച്ചു. ഇങ്ങനെ വർണ്ണിച്ചു പോവുകയാണ്. നമുക്ക് വേഗത്തിൽ വായിച്ചു പോകാം. അത്യന്താന്തർഹിതാശേഷ സമസ്താചലമണ്ഡലം രക്തപ്രഭാഭ്രസംഭാര വസ്ത്രാവൃത ദിഗംഗനം. അത്യന്ത അന്തർഹിത അശേഷ സമസ്ത അചലമണ്ഡലം. ഭൂമിയിലുള്ള സകല പർവ്വതങ്ങളും അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മറഞ്ഞുപോയി, ഒക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി. ഈ ശവം വന്ന് വീണപ്പോഴുണ്ടായ ഗർത്തങ്ങളിൽ പർവ്വതങ്ങൾ ആണ്ടുപോയി. രക്തപ്രഭാഭ്ര സംഭാര വസ്ത്രാവൃത ദിഗംഗനം. ദിക്കാകുന്ന സ്ത്രീ, ആ സ്ത്രീ ചുവന്ന ചേല ചുറ്റിയതുപോലെ ആയിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ദിക്കുകൾ മുഴുവൻ ഈ രക്തത്തിൻ്റെ ചുവപ്പ് നിറം വ്യാപിച്ചു. സമുദ്രജലത്തിലും ചുവന്ന നിറം വ്യാപിച്ചു. ദിക്കുകൾ, വായു, എല്ലാ സ്ഥലത്തും. അതുപോലെ മേഘങ്ങളൊക്കെ ചുവന്ന വർണ്ണങ്ങളോട് കൂടിയവയായി തീർന്നു. ഇപ്പോൾ ഈ ദിക്കുകളെ കണ്ടാൽ ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നും. വൃത്താലോല ഭുജഭ്രാന്തഹേതി ഛന്നനഭസ്ഥലം ദൂര സ്മൃതിപഥപ്രാപ്ത പുരപത്തനമണ്ഡലം. വൃത്താലോല ഭുജഭ്രാന്ത ഹേതി ഛന്നനഭസ്ഥലം. ദേവിയുടെ കൈകളിലുള്ള ആയുധങ്ങൾ ദേവി ഇങ്ങനെ വേഗത്തിൽ വട്ടത്തിൽ ചുഴറ്റുകയാണ്. ആ ആയുധങ്ങൾ കൊണ്ട് ആകാശം മറയ്ക്കപ്പെട്ടു. ദൂരസ്മൃതിപഥപ്രാപ്ത പുരപത്തന മണ്ഡലം. ഭൂമിയിലുണ്ടായിരുന്ന പർവ്വതങ്ങളും പുരം പത്തനം രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. നഗരങ്ങളും പട്ടണങ്ങളും അതൊക്കെ ഓർമ്മയായി അവശേഷിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടമായി, ഒന്നും ബാക്കിയില്ല. നൃത്തലോക കരാകാര ഖഗാവലനജാലകൈഃ മാനസൂത്രൈരിവ വിധേരന്യദ്രജയതോ ജഗത്. ഭൂമേരാർക്കഗതം നീതൈഃ പിശാചൈരാന്ത്രതന്തുഭിः മിമാനമിവ ദിക്കുഞ്ജൈസ്തിര്യഗൂർധ്വമധോ ജഗത്. നൃത്തലോകകരാകാര ഖഗാവലന ജാലകൈഃ. ദേവി തൻ്റെ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് നൃത്തം തുടങ്ങി. ആ അംഗങ്ങളുടെ ചലനം കൊണ്ട് ആ അംഗങ്ങൾ പക്ഷികളെ പിടിക്കാനുള്ള വല പോലെയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വ്യാപിച്ചിരുന്നു. വല വിരിക്കാറില്ലേ വേടന്മാർ, പക്ഷിയെ പിടിക്കുന്നവർ? അതുപോലെ ദേവിയുടെ കൈകൾ ആകാശത്തിൽ വ്യാപിച്ചു. പക്ഷികളെ പിടിക്കാനുള്ള ഒരു വല പോലെയായി തീർന്നു ദേവിയുടെ കരങ്ങൾ. മാനസൂത്രൈരിവ വിധേരന്യദ്രജയതോ ജഗത്.
പിന്നെ ആ ദേവിയുടെ കൈകളെ കണ്ടാൽ എന്തു തോന്നും എന്ന് ചോദിച്ചാൽ, ബ്രഹ്മദേവൻ പുതിയ ഒരു ജഗത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി ആകാശത്തിൽ നൂലുകൾ കൊണ്ട് ഊടും പാവും നെയ്യുകയാണോ എന്ന് തോന്നും. അതായത് ഒരു ജഗത്ത് നഷ്ടമായി അടുത്ത ഒരു പുതിയ ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള പുറപ്പാടാണോ ബ്രഹ്മദേവൻ എന്ന് തോന്നുമാറ് ദേവിയുടെ കൈകൾ ആകാശത്തിൽ വ്യാപിച്ചു. നൂലുപോലെ എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ആകാശം മറഞ്ഞു എന്നർത്ഥം. ഭൂമേരാർക്കഗതം നീതൈഃ പിശാചൈരാന്ത്രതന്തുഭിഃ മിമാനമിവ ദിക്കുഞ്ജൈസ്തിര്യകൂർധ്വമധോ ജഗത്. ഭൂമിയിൽ നിന്ന് സൂര്യൻ വരെ വ്യാപിച്ചു കിടന്നു. എന്താണ്? ഈ മഹാശവത്തിൻ്റെ കുടൽമാലകൾ. അതൊക്കെ വലിച്ചു പറിച്ച് പുറത്തേക്ക് ഇട്ടു. ആര്? ഈ പിശാചുക്കളും ഭൂതഗണങ്ങളും എല്ലാം ചേർന്ന്. ആന്ത്രം എന്ന് പറഞ്ഞാൽ കുടലെന്നാണ് അർത്ഥം. ആന്ത്രതന്തു എന്ന് പറഞ്ഞാൽ കുടൽമാലകൾ. ആ കുടൽമാലകളെ ഭൂമി മുതൽ സൂര്യൻ വരെ, സൂര്യൻ കത്തി താഴെ വീണു എന്ന് പറഞ്ഞാൽ ബഹുദൂരത്തേക്ക് ആ ആന്ത്രതന്തുക്കൾ വ്യാപിച്ചു കിടന്നു. വിമാനമിവ ദിക്കുഞ്ജൈ സ്ഥിര്യകൂർധ്വമധോ ജഗത്. തലങ്ങനെയും വിലങ്ങനെയും മുകളിലും താഴെയും ഈ പ്രപഞ്ചത്തെ അളക്കാനെന്നോണം ഈ മഹാശവത്തിൻ്റെ വയറിലുള്ള കുടലുകൾ വ്യാപിച്ചു. അളക്കാനാണ്. നമ്മൾ മീറ്ററൊക്കെ വെച്ച് ടേപ്പ് വെച്ച് അളക്കാറില്ലേ, മുറിയുടെ നീളവും വീതിയും ഒക്കെ. അതുപോലെ ഈ പ്രപഞ്ചത്തെ അളക്കാനുള്ള ഒരു മാനം, അളക്കാനുള്ള ഒരു ടേപ്പ് പോലെയാണോ ഈ മഹാശവത്തിൻ്റെ കുടലുകൾ എന്ന് തോന്നുമാറ് ആ കുടൽമാലകൾ ആകാശത്തിൽ നിറഞ്ഞു നിന്നു. ജഗദാലോക്യ തത്താതൃഗുദഗോക്ത ജഗദാലോക്യ തത്താതൃഗുദക്തോപപ്ലവാപ്ലുതം ഭൂതപൂർവമഹീപീഠസ്ഥിതി രക്താർണവീകൃതം ദ്വീപസപ്തകപര്യന്തേ ലോകാലോകാദ്രിമൂർധനി തദംഗകൈരനാക്രാന്തേ സ്ഥിതാഃ ഖിന്നതരാസുരാഃ. ഇപ്പോൾ ഭൂമിയെ കണ്ടാൽ ഭൂമിയുടെ അവസ്ഥ അതിദയനീയമാണ്. തത്താതൃക് ഉദക്തോപപ്ലവാത് പ്ലുതം. വ്യാഖ്യാനം തന്നെ വായിക്കാം. പൂർവം ഭൂതേ ഭൂതപൂർവേ മഹീപീഠേ. ഭൂപീഠം എന്നൊന്ന് പണ്ടുണ്ടായിരുന്നു എന്ന് തോന്നുമാറ്. എല്ലാം ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു. സ്ഥിതിർ യേഷാം തഥാവിധേ രക്തൈരർണവീകൃതം. രക്തം ഭൂമി മുഴുവൻ വ്യാപിച്ചു. അതയേവ ഉദക്തേന ഉദ്ഗതേന ഉപപ്ലവേന ആപ്ലുതമാസ്കന്ദിതം ജഗദാലോക്യ ദ്വീപസപ്തകപര്യന്തേ തസ്യ ശവസ്യ അംഗകൈഃ കുത്സിതൈരംഗൈഃ അനാക്രാന്തേ ലോകാലോകാദ്രേർമൂർധനി സ്ഥിതാഃ സുരാഃ ഖിന്നതരാ ആസന്നിധി ദ്വയോരന്വയഃ. രണ്ട് ശ്ലോകത്തിനും കൂടെ ഒറ്റ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. പണ്ട് ഈ ഭൂതലം എന്നൊന്നുണ്ടായിരുന്നു എന്ന് തോന്നുമാറ്. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു ഭൂതലമില്ല, മഹീപീഠമില്ല. എല്ലായിടവും രക്തം വ്യാപിച്ചു കിടന്നു. ഒരു ഭീതി, ഒരു ഉത്പാതം, ഒരു പ്രകൃതിക്ഷോഭമൊക്കെ വന്ന ജനഹൃദയങ്ങളിൽ എങ്ങനെയാണോ അതികഠിനമായ ഭീതി ഉണ്ടാകുന്നത്, അതുപോലെ ഭൂമി മുഴുവൻ രക്തവും മാംസവും കൊണ്ട് നിറഞ്ഞു. അങ്ങനെയുള്ള ജഗത്തിനെ കണ്ടിട്ട് ദ്വീപസപ്തകപര്യന്തേ തസ്യ ശവസ്യ അംഗകൈഃ കുത്സിതൈഃ. 7 ദ്വീപുകൾ, 7 ഭൂഖണ്ഡങ്ങളിലും ഈ ശവത്തിൻ്റെ അവയവങ്ങൾ കുത്സിതങ്ങളായ എന്ന് പറഞ്ഞാൽ അറപ്പുണ്ടാക്കുന്ന, കണ്ട ബീഭത്സമായ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഈ ശവത്തിൻ്റെ അംഗങ്ങൾ ഭൂമി മുഴുവൻ വ്യാപിച്ചു. ഈ ഘോരമായ കാഴ്ചയെ ലോകാദ്രേർ മൂർധനി സ്ഥിതാഃ. ലോകാലോക പർവ്വതത്തിൻ്റെ
കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന സുരന്മാർ ഖിന്നതരാഹ ആസന്നെ, അവരുടെ ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദേവന്മാരുടെ ദുഃഖം ഇരട്ടിച്ചു. അങ്ങനെ അത്യധികം ദുഃഖിതരായി ഈ ഭീകര ദൃശ്യത്തെ മലമുകളിൽ നിന്നുകൊണ്ട്, ലോകാലോക ഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദേവന്മാർ വീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് ആ വർണ്ണന അവസാനിപ്പിക്കുകയാണ്. വർണ്ണന അവസാനിപ്പിച്ചതല്ല, അതിനിടയ്ക്ക് രാമനൊരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീരാമ ഉവാച ബ്രഹ്മാണ്ഡാദപി നിർഗത്യ യസ്യ ദേവയവാഗതാഃ ലോകാലോകാചലസ്തേന ബ്രഹ്മന്ന സ്ഥഗിതഃ കഥം. ബ്രഹ്മാണ്ഡാദപി നിർഗത്യ, ബ്രഹ്മാണ്ഡത്തിൻ്റെയും അപ്പുറത്ത് വ്യാപിച്ചു കിടക്കുന്ന അവയവങ്ങളോടുകൂടിയ ഈ ശവം, ഈ ശവം എന്തുകൊണ്ട് ലോകാലോക പർവ്വതത്തെ വിപശ്ചിത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചില്ല? ബ്രഹ്മാണ്ഡം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അത്രയും ഭീകരമായ അത്രയും വ്യാപ്തിയുള്ള ഒരു ശവമാണെങ്കിൽ ഈ ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദേവന്മാർ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു എന്ന് വിപശ്ചിത്തിന് എങ്ങനെ പറയാൻ കഴിഞ്ഞു? വിപശ്ചിത്ത് ആ കാഴ്ച കണ്ടിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ വിപശ്ചിത്തിന് അല്ലെങ്കിൽ ഭാസന് കാണാൻ കഴിഞ്ഞത് എന്ന ഒരു സംശയം രാമന് തോന്നുകയാണ്. ആ സംശയം വിപശ്ചിത്തിനോട് അല്ലെങ്കിൽ ഭാസനോടല്ല ശ്രീരാമൻ ചോദിക്കുന്നത്, വസിഷ്ഠ മഹർഷിയോടാണ് ചോദിക്കുന്നത്. കണ്ടവൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം കണ്ടവൻ്റെ അടുത്ത് ചോദിച്ചാൽ കണ്ടതാരാണ്? ഇതൊക്കെ അനുഭവിച്ചത് ഭാസൻ അല്ലെങ്കിൽ വിപശ്ചിത്ത്. ആ വിപശ്ചിത്തിനോട് ചോദിക്കേണ്ട ചോദ്യത്തെ വസിഷ്ഠ മഹർഷിയോടാണ് ശ്രീരാമൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് അല്ലയോ ബ്രഹ്മർഷിയായ വസിഷ്ഠ മഹർഷി, ബ്രഹ്മാണ്ഡത്തിന് അപ്പുറത്ത് കിടക്കുന്ന അവയവങ്ങളോട് വ്യാപിച്ചു കിടക്കുന്ന അവയവങ്ങളോട് കൂടിയ ആ ശവം എന്തുകൊണ്ട് ലോകാലോക പർവ്വതത്തെ മറച്ചില്ല? ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദേവന്മാർ ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഈ ശവത്തിന് എന്തുകൊണ്ട് വ്യാപിക്കാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാഴ്ചക്കാരായി നിൽക്കുന്ന ദേവന്മാരെ വിപശ്ചിത്ത് എങ്ങനെ കണ്ടു? ഇതാണ് ശ്രീരാമൻ്റെ ചോദ്യം. എന്തുകൊണ്ട് ലോകാലോക പർവ്വതം ഈ ശവത്തിൻ്റെ അവയവങ്ങളാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടില്ല, മറയ്ക്കപ്പെട്ടില്ല എന്ന് വസിഷ്ഠ മഹർഷിയോടാണ് ചോദിക്കുന്നത്. അതിന് വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച ദ്വീപസപ്തകമധ്യേസ്മിൻ രാമ തസ്യോദരം സ്ഥിതം ശിരഃ ഖുര ഭുജാദ്യംഗം ബ്രഹ്മാണ്ഡാത് പരതസ്ഥിതം. ഭൂമിയിലുള്ള 7 ദ്വീപുകളിൽ വ്യാപിച്ചു കിടന്നത് ഈ ശവത്തിൻ്റെ വയറ് മാത്രമാണ്. ഉദരഭാഗം മാത്രമാണ് 7 ദ്വീപുകളെയും ആവരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞത്. ഇതിൻ്റെ ശിരസ്സും പാദങ്ങളും ബ്രഹ്മാണ്ഡത്തിനപ്പുറത്ത് വ്യാപിച്ചു കിടന്നു. അതായത് ശരീരത്തിൻ്റെ മധ്യഭാഗം, ഇവിടെ മധ്യഭാഗം എന്ന് പോലും അല്ല പറയുന്നത്, ഉദരഭാഗം. ആ ഉദരഭാഗം കൊണ്ട് ഭൂമിയിലെ 7 ദ്വീപുകളും മറയ്ക്കപ്പെട്ടു. യസ്യ ശവസ്യ തേ അതിദീർഘാ ഹസ്തപാദാദ്യവയവ ബ്രഹ്മാണ്ഡാദപി ബഹിർനിർഗത്യ ഗതാഃ. ഏതൊരു ശവത്തിൻ്റെ വളരെ നീളമുള്ള അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന കയ്യ്, കാല് തുടങ്ങിയ അവയവങ്ങൾ ബ്രഹ്മാണ്ഡത്തിനും അപ്പുറത്ത് വ്യാപിച്ചിരുന്നുവോ, അങ്ങനെയുള്ള തേന താദൃശേന മഹാശവേന, അങ്ങനെയുള്ള ഈ ശവത്താൽ ലോകാലോകാചലഃ കഥം ന സ്ഥഗിതഃ നാച്ഛാദിത ഇതി രാമേണ സർവജ്ഞോ വസിഷ്ഠയേവ പൃഷ്ടഃ
ന ഭാസഃ. രാമൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം ഈ കാഴ്ച കണ്ടു നിന്ന ഭാസനോട് അല്ലെങ്കിൽ വിഭശ്യത്തിനോടാണ് രാമൻ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ കണ്ട ആളിനോട് ചോദിക്കാതെ വസിഷ്ഠ മഹർഷിയോടാണ് രാമൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ലോകാലോക പർവ്വതം ഈ ശവം കൊണ്ട് മറയ്ക്കപ്പെട്ടില്ല? മറയ്ക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ആ ലോകാലോക പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ ദേവന്മാർ നിന്നുകൊണ്ട് ഈ കാഴ്ച കണ്ടു എന്ന് ഭാസൻ പറഞ്ഞത്. അതുകൊണ്ട് സർവജ്ഞനായ വസിഷ്ഠ മഹർഷിയോട് തന്നെ ഈ സംശയം ചോദിക്കാം, എന്നാലേ തൃപ്തികരമായ ഒരു ഉത്തരം ലഭിക്കൂ എന്ന് വിചാരിച്ച് രാമൻ വസിഷ്ഠനോട് ചോദ്യം ചോദിക്കുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷി ഉത്തരം പറയുകയാണ്. ആദ്യം പറയുന്നത്, രാമ, ഈ ശവം ബ്രഹ്മാണ്ടത്തിനും അപ്പുറത്ത് വ്യാപിച്ചിരിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ഉദരഭാഗം മാത്രമാണ് ഭൂപീഠത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ തല, കാലുകൾ, കൈകൾ മുതലായ അവയവങ്ങൾ ബ്രഹ്മാണ്ടത്തിനും അപ്പുറത്ത് നീണ്ടുകിടന്നു. പാർശ്വാഭ്യാം ഊരുമധ്യാച്ച കടിപാർശ്വദ്വയാത്തഥാ ശിരോംസദ്വയമധ്യാഭ്യാം ലോകാലോകസ്സലക്ഷ്യത്തെ. ഒരു ചെറിയ പഴുതിലൂടെ നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെയാണ് ഈ ശവത്തിൻ്റെ അംഗങ്ങളുടെ ഇടയിലൂടെ ലോകാലോക പർവ്വതത്തെയും ആ പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ദേവന്മാരെയും വിഭശ്യത്ത് കണ്ടത്. എങ്ങനെയാണ് കണ്ടത്? പാർശ്വാഭ്യാം ഊരുമധ്യാച്ച്. ആ ശവത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഇപ്പം കൈ ഇങ്ങനെയാണെങ്കിൽ കൈ ഇങ്ങനെ വ്യാപിച്ച് കിടക്കാണല്ലോ. ഈ കൈയുടെയും ശരീരത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയ അല്ല, ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാവും. കാരണം വലിയ ശവമാണല്ലോ. ആ ഇടയ്ക്കുള്ള ഭാഗത്തിലൂടെ അപ്പുറത്തുള്ള ലോകാലോക പർവ്വതത്തെ കണ്ടു എന്നാണ്. മൊത്തമായിട്ട് ഇത് വ്യാപിച്ചില്ലല്ലോ. അതിൻ്റെ ഉദരഭാഗം ഭൂമിയിൽ വ്യാപിച്ചിരുന്നു. അപ്പോൾ പാർശ്വാഭ്യാം, ഈ ശവത്തിൻ്റെ പാർശ്വങ്ങളിലൂടെയും ഊരുമധ്യാച്ച, തുടകളുടെ ഇടയിലൂടെയും കടിപാർശ്വദ്വയാ തഥ. കടിപാർശ്വം എന്ന് പറഞ്ഞാൽ ഇടുപ്പ്, അരക്കെട്ടിൻ്റെ രണ്ട് വശങ്ങൾ. ആ രണ്ട് വശങ്ങളിലൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ലോകാലോക പർവ്വതത്തെയും ആ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവന്മാരെയും കാണാമായിരുന്നു ഈ ഭാസന്. അങ്ങനെ ഭാസൻ കള്ളമല്ല പറഞ്ഞത്, അദ്ദേഹം കണ്ടത് ഇങ്ങനെയാണ് എന്ന് വസിഷ്ഠ മഹർഷി വിശദീകരിക്കുകയാണ്. അതയേവ വസിഷ്ഠയേവ തദുത്തരമാഹ. ഹേ രാമ, തസ്യ ഉദരോപലക്ഷിതം മധ്യശരീരം. ഈ ശവത്തിൻ്റെ വയറ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മധ്യഭാഗം ദ്വീപസപ്തകമധ്യേ സ്ഥിതം. സപ്തദ്വീപുകളുടെ നടുക്കാണ് സ്ഥിതി ചെയ്തിരുന്നത്. ശിരഃകുരോപലക്ഷിതൗ പാദൗ ഭുജാദ്യംഗം ച ബ്രഹ്മാണ്ടാത് പരതസ്ഥിതമിതി ഭാസോക്തം സത്യമേവ. ഈ ശവത്തിൻ്റെ ശിരസ്, പാദങ്ങൾ, കൈകൾ ഇതൊക്കെ ബ്രഹ്മാണ്ടത്തിനും അപ്പുറത്ത് വ്യാപിച്ചു കിടക്കുകയായിരുന്നു എന്ന് ഭാസൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭാസൻ്റെ വാക്കുകളെ രാമ നീ സംശയിക്കണ്ട. എങ്ങനെ കണ്ടു എന്നുള്ള ചോദ്യം വസിഷ്ഠനോട് ചോദിച്ചത് കൊണ്ട് വസിഷ്ഠൻ അതിന് മറുപടി പറയുന്നു. സർവജ്ഞനാണല്ലോ വസിഷ്ഠൻ. വസിഷ്ഠ മഹർഷിക്ക് അറിയാൻ പറ്റാത്തതായി ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഭാസൻ കണ്ടത്. ഭാസനും അഗ്നിയും ആകാശത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാഴ്ച കണ്ടത്. പക്ഷേ ആ ആകാശത്തിൽ നിൽക്കുമ്പോൾ പോലും ഈ ശവത്തിൻ്റെ കൈകാലുകളുടെ ഇടയ്ക്കുകൂടെയാണ് ലോകാലോക പർവ്വതത്തെ ഭാസൻ കണ്ടത്. തത്രോപവിഷ്ടാസ്തേ ദേവാ ലക്ഷ്യന്തേ ശൃംഗമൂർധസു സുശുദ്ധകാന്തയസ്താപാദജലാ ജലദാ ഇവ. ആ ലോകാലോക പർവ്വതത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇരുന്നു കൊണ്ട് കാഴ്ച കാണുന്ന ദേവന്മാരെയാണ് ഭാസൻ കണ്ടത്. ശൃംഗമൂർധസു, കൊടുമുടികളുടെ മുകളിൽ അവർ നിലയുറപ്പിച്ചിരുന്നു. സുശുദ്ധ കാന്തയ,
നിർമ്മലമായ പ്രകാശത്തോടു കൂടിയ ദേവന്മാർ. താപാത് അജലാജലദായിവ, താപം കൊണ്ട്, താപം എന്നുള്ളതിന് ദേവന്മാരുടെ ഉള്ളിലുണ്ടായ ദുഃഖം എന്നൊരർത്ഥം പറയാം. അല്ലെങ്കിൽ ശരത്കാലത്തിലുള്ള സൂര്യൻ്റെ ചൂട്. ശരത്കാലത്തിലുള്ള സൂര്യൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ ചൂടുണ്ടാവത്തില്ല, വെയിലിന് കാഠിന്യം ഉണ്ടാവത്തില്ല. അങ്ങനെ വെയിലിന് അത്ര കണ്ട് കാഠിന്യം, ചൂടില്ലാതെ പ്രകാശം മാത്രം ഉള്ള സൂര്യനെ കൊണ്ട് വെൺമേഘങ്ങൾ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ ആ ദേവന്മാർ പ്രകാശിച്ചു. തഥാപി ശവസ്യ പാർശ്വാഭ്യാം ഊർവോർമേധ്യ മധ്യാത് കടിപാർശ്വദ്വയാത് തഥാ ശിരോംസദ്വയ മധ്യാഭ്യാം ച ശൃംഗാണാം അനാച്ഛാദനാത് സ ലോകാലോകപർവത ഊർധ്വം ലക്ഷ്യത്തെ ദൃശ്യത്തെ ഏവ ഇത്യർത്ഥ. ഈ ലോകാലോക പർവ്വതത്തെ ശവത്തിൻ്റെ കൈകളുടെ ഇടയിലൂടെയും തോളുകളുടെ ഇടയിലൂടെയും കാലുകളുടെ ഇടയിലൂടെയും ഉയർന്നു നിൽക്കുന്ന ആ ലോകാലോക പർവ്വതത്തെ ഭാസന് കാണാൻ കഴിഞ്ഞു. ഏവം പ്രശ്നോത്തരമുക്ത്വ കഥാശേഷമപി ഭാസേന അപരിജ്ഞാതം വസിഷ്ഠ ഏവാഹ തത്രേത്യാദിന. ഈ കാഴ്ച കണ്ടത് മാത്രമേ ഭാസൻ അറിയത്തുള്ളൂ. അതിനുശേഷം ഭാസൻ പിന്നീടുള്ള കാഴ്ചകളെ കണ്ടിട്ടില്ല. പക്ഷേ ആ കാഴ്ചകളെയും തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷി കഥയുടെ ബാക്കി ഭാഗം പറയുകയാണ്. രാമൻ്റെ ചോദ്യത്തിന് മറുപടിയായി കഥാശേഷത്തെ വിവരിക്കുകയാണ്. ഭാസേന അപരിജ്ഞാതം, ഭാസന അറിയാൻ കഴിയാത്ത കഥയുടെ ബാക്കി ഭാഗത്തെ രാമന് പറഞ്ഞു കേൾപ്പിക്കുന്നു വസിഷ്ഠ മഹർഷി. താപാത് അന്തസ്സന്താപാത് ശരതർക്കാതപാച്ച, ഉള്ളിലുള്ള ദുഃഖം, സങ്കടം, അതിനെയും താപം എന്ന വാക്കുകൊണ്ട് നമുക്കർത്ഥമാക്കാം. അല്ലെങ്കിൽ ശരത്കാലത്തിലുള്ള സൂര്യൻ്റെ ചൂട്, അതുകൊണ്ട് തപിക്കുന്ന, പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ ദുഃഖിതരായ ദേവന്മാർ. ഉള്ളിൽ താപമുണ്ട് അവർക്ക്, ശരീരത്തിൽ പ്രകാശവുമുണ്ട്. അങ്ങനെ ആ ദേവന്മാർ ആ ഗിരിയുടെ ശൃംഗത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രസാരിതാംഗകമധോ വക്ത്രം തത്പതിതം ശവം സംഭക്ഷയതി ഭൂതൗഘേ പ്രനിർത്യന്തേഷു മാതൃഷു. സപ്തമാതൃകകൾ, ദേവിയുടെ 7 ഭാവങ്ങളാണ്. ആ സപ്തമാതൃകകൾ ആനന്ദാതിരേകം കൊണ്ട് നൃത്തം ചെയ്തു. പ്രസാരിതാംഗകമധോ, ഭൂമിയിൽ കൈയും കാലുമൊക്കെ ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന ആ ശവവും കിടക്കുകയായിരുന്നു. വക്ത്രം തത് പതിതം ശവം, ഈ ശവം നിവർന്നാണോ കിടന്നത് കമഴ്ന്നാണോ കിടന്നത് അത് പറഞ്ഞില്ലല്ലോ. കമഴ്ന്നാണ് കിടന്നത് എന്നാണ്. മുഖം താഴെ വരുന്ന രീതിയിൽ കമഴ്ന്നാണ് ഈ ശവം സ്ഥിതി ചെയ്തത്. അതിനെ സംഭക്ഷയതി ഭൂതൗഘേ പ്രനൃത്യന്തേഷു മാതൃഷു, ഭൂമിയിലുള്ള ജീവജാലങ്ങൾ എല്ലാം തന്നെ നശിച്ചു. ആ ജീവജാലങ്ങളുടെ മാംസവും ഈ ശവത്തിൻ്റെ മാംസവുമൊക്കെ ദേവിയുടെ ഭൂതപ്രേതാദികൾ ഭക്ഷിച്ചു തീർത്തു. പിന്നെയും വർണ്ണന തുടരുകയാണ്. നമുക്ക് വായിക്കാതെ പോകാം, എന്നാലും ഏറ്റവും വേഗത്തിലാണ് ഞാൻ അർത്ഥം പറഞ്ഞു പോകുന്നത്. വഹത് സ്വസൃക് പ്രവാഹേഷു മേധോ ഗന്ധോ വിജൃംഭിതേ ദുഃഖിതാശ്ചിന്തയാമാസു പ്രത്യേകമരായുധം. വഹത് സ്വസൃക് പ്രവാഹേഷു, രക്തം നദി പോലെ ഒഴുകുന്നു. മേധോ ഗന്ധേ വിജൃംഭിതേ, പച്ച മാംസത്തിൻ്റെ ദുർഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, മാംസത്തിലെ പ്രധാനമായിട്ടുള്ളത് കൊഴുപ്പാണ്. മാംസമൊക്കെ വേവിക്കുമ്പോൾ മുകളിലൊരു പാട പോലെ ആ കൊഴുപ്പ് മുകളിലേക്ക് ഉയർന്നു വരും. അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു തവി കൊണ്ടോ മറ്റോ എടുത്ത് മാറ്റും.
അങ്ങനെയാണ് മാംസം പാചകം ചെയ്യുന്നവർ. അതും കൂടെ എന്തിന് കളയണം? സാരമല്ലേ അതിൻ്റെ, മാംസത്തിൻ്റെ സാരം, വസ, കൊഴുപ്പ് എന്നൊക്കെ പറയും. ആ മേധസ്സിൻ്റെ ഗന്ധം അതിതീക്ഷ്ണമായി അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. ദുഃഖിതാ ചിന്തയാമാസു പ്രത്യേകം അമരായുധം. ദേവന്മാർ അത്യന്തം ദുഃഖിതരായി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓരോ ദേവനും ഓരോ തരത്തിൽ ചിന്തിച്ചു എന്നാണ്. അതായത് ഭൂമിയിലുള്ള അതിമനോഹരങ്ങളായ 7 ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ 7 ദ്വീപുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ആ അതിമനോഹരമായ ഭൂപ്രദേശങ്ങളെ നമുക്കിനി കാണാൻ പറ്റില്ലല്ലോ, അവിടെ വിഹരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഓരോ ദേവനും ഓരോ രീതിയിൽ വിലപിക്കുകയാണ്, കരയാൻ തുടങ്ങി. സുഖത്തിന് ഭംഗം വരുമ്പോൾ ദുഃഖത്തിൻ്റെ ഫലമായി കരച്ചിലും ഉണ്ടാകും. മനുഷ്യർ എന്തുകൊണ്ടാണ് കരയുന്നത്? സങ്കടം വന്നിട്ട് നമ്മൾ ഉത്തരം പറയും. എന്തുകൊണ്ട് സങ്കടം വരുന്നു? ഈ സങ്കടം, ദുഃഖം എന്നുള്ളത് രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്, അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ്. എന്തുകൊണ്ട് കരയുന്നു? ദുഃഖം കൊണ്ട് കരയുന്നു. എന്തുകൊണ്ട് ദുഃഖം വരുന്നു? സങ്കടം കൊണ്ട് ദുഃഖം വരുന്നു. ഇവിടെ സങ്കടവും ദുഃഖവും ഒക്കെ ഒന്ന് തന്നെ. എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, സുഖം നഷ്ടമാകുന്നു, അല്ലെങ്കിൽ സുഖത്തിന് വിഘാതം സംഭവിക്കുന്നു, സുഖം തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ സുഖം നഷ്ടമാകുന്നു. ആ അവസ്ഥയാണ് ദുഃഖം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദേവന്മാർ ഓരോരുത്തരും ഓരോ തരത്തിൽ ചിന്തിക്കുകയാണ്. ചിന്തിച്ച് ദുഃഖിക്കുകയാണ്, വിലപിക്കുകയാണ്, കരയുകയാണ് എന്നർത്ഥം. ഓരോരുത്തരുടെ ആ കരച്ചിൽ വളരെ രസകരമായ കാര്യം. ഓരോ ദേവനും ഓരോ രീതിയിലാണ് ചിന്തിച്ച് കരയുന്നത്. ഹാ കഷ്ടം ക്വഗതാ പൃഥ്വീ ക്വഗതാ ജലരാശയഃ ക്വഗതാ ജനസംഘാതാഃ ക്വഗതാ ധരണീധരാഃ. അയ്യോ കഷ്ടം, ഈ ഭൂമി എവിടെ പോയി എന്ന് പറഞ്ഞാൽ, അതിമനോഹരമായ ഭൂപ്രദേശങ്ങളും താഴ്വരകളും പൂന്തോട്ടങ്ങളും ഹിമാലയ പാർശ്വങ്ങളോടും ഒക്കെ കൂടിയ ഈ ഭൂമി എവിടെ പോയി? ഇപ്പോൾ കാണാനില്ല, ഒക്കെ നഷ്ടമായി. എല്ലായിടത്തും രക്തവും മാംസവും അസ്ഥി കൂനകളും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ വിഹരിച്ചിരുന്ന ആ ഭൂമി എവിടെ പോയി? ദേവന്മാർ പോലും വിഹരിക്കാൻ വേണ്ടി ഭൂമിയിലേക്കാണ് വരുന്നത്. ഹിമാലയത്തിൻ്റെ പാർശ്വങ്ങൾ, നമ്മൾ അങ്ങോട്ടാണല്ലോ പോകുന്നത്. കുളു, മണാലി, അവിടെയുള്ള താഴ്വരകളിൽ ഇല്ലേ സുഖവാസിയായ ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നില്ലേ, ഉത്തരാഞ്ചൽ. കാരണം അവിടെയാണ് ഈ ഹിമാലയ പർവ്വത നിരകൾ വ്യാപിച്ച് കിടക്കുന്നത്. നമ്മുടെ തീർത്ഥക്ഷേത്രങ്ങളിൽ മിക്കവാറും ഉള്ളത് ഈ ഉത്തരാഞ്ചലിലാണ്. കേദാർനാഥ്, ബദരീനാഥ്, ഋഷികേശ്, പിന്നെ ഗംഗോത്രി, യമുനോത്രി, കർണപ്രയാഗ, രുദ്രപ്രയാഗ, വിഷ്ണുപ്രയോഗ, ഉത്തരകാശി, ഗഡ്വാൾ എന്ന് പറയും. UP-യിൽ, ഉത്തർപ്രദേശിലാണിത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഉത്തരാഞ്ചൽ എന്ന് പറഞ്ഞ് മാറ്റിയത്. നേരത്തെ എല്ലാം കൂടെ ഒറ്റ ഉത്തർപ്രദേശ് ആയിരുന്നു. അപ്പോൾ അതിന് എന്താ ഗഡ്വാൾ എന്ന് പറയാം, എന്തൊരു UP ആണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഉത്തരാഖണ്ഡല്ല, അത് പൗരി അങ്ങനെ എന്തെങ്കിലും സ്ഥലമുണ്ടോ? പൗരി അല്ലേ, പൗരി ഗഡ്വാൾ അല്ലേ? പൗരി ഗഡ്വാൾ. അതാണ് ഈ മറ്റേ ഒരു വലിയ ഡാമുണ്ടല്ലോ, ഒരു വലിയ ഒരു അണക്കെട്ട്. എൻ്റെ പേരെന്താണ്? ടെഹരി ഡാം. അത് ഈ ഇതിലേക്ക് പോകുമ്പോഴേ, നമ്മൾ ഈ ബദ്രീനാഥ്, കേദാർനാഥിലേക്ക് പോകുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയാൽ ദൂരെ ഈ ടെഹരി ഡാം കാണാം. വളരെ ദൂരത്ത് ചെറിയൊരു പൊട്ടുപോലെ കാണാൻ പറ്റും. അതാണ് ടെഹരി ഡാം എന്ന് കാണിച്ചു തരും നമ്മുടെ ഈ ടൂറിസ്റ്റ് ഗൈഡുകൾ. ഇപ്പോൾ അങ്ങനെയുള്ള അതിമനോഹരമായ ഭൂമി, അയ്യോ ആ ഭൂമി ഇപ്പോൾ എവിടെ പോയി? ക്വഗതാ ജലരാശയഃ, അതിമനോഹരങ്ങളായ സമുദ്രങ്ങൾ അവയെല്ലാം എങ്ങോട്ട് പോയി?
എല്ലാം നഷ്ടമായി എന്നുള്ള അർത്ഥത്തിലാണ് എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. ക്വഗതാ ജനസംഘാതാഹ, ജനസമൂഹങ്ങളെല്ലാം എവിടെ പോയി? ക്വഗതാ ധരണീധരാഹ, പർവ്വതങ്ങളൊക്കെ എങ്ങോട്ട് പോയി? ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. പർവ്വതങ്ങളൊക്കെ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയി. വലിയ വലിയ ഗർത്തങ്ങളിൽ പർവ്വതങ്ങളൊക്കെ താണുപോയി. അപ്പോൾ അതൊന്നും ഇനി നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ദേവന്മാർ ദുഃഖിക്കുകയാണ്. താദൃക്ചന്ദന മന്ദാര കദംബ വനമണ്ഡിത മണ്ഡപ പുഷ്പരാശീനാം കഷ്ടം കോമലയോ ഗതഃ. ഈ മരിച്ച വീട്ടിൽ ഈ മരിച്ച ആളിനെ ഓർത്ത് അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് സ്ത്രീകൾ കരയാറുണ്ട്. ഒപ്പാരി വെക്കുക എന്നാണ് തമിഴിൽ പറയുന്നത്. തമിഴിൽ അങ്ങനെയാണ് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് അതൊക്കെ പറഞ്ഞ് അതെല്ലാം എനിക്ക് നഷ്ടമായല്ലോ ഇദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ എന്ന് പറഞ്ഞ് കരയുകയാണ്. അതുപോലെയാണ് ഈ ദേവന്മാരാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരെയും ഈ ദുഃഖം ബാധിക്കുന്നുണ്ടല്ലോ. ഈ ദേവലോകം എന്ന് പറയുന്നത് സുഖഭോഗങ്ങളുടെ ഒരു ഭൂമിയാണ്. ഭൂമിയിൽ ലഭിക്കാത്ത പല സുഖങ്ങളും സ്വർഗലോകത്തിൽ കിട്ടും. പക്ഷേ അവിടെയും ദുഃഖം ഉണ്ട്. അവർക്കും മനോവിഷമവും ഭയവും ദുഃഖവും എല്ലാം ഉണ്ട്. മരണമില്ല എന്നുള്ളത് ശരി, ജരാനരകൾ ബാധിക്കുകയില്ല, നിത്യയൗവനം അവർക്ക് സിദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം ശരി. പക്ഷേ അവരുടെയും മനസ്സിനെ ദുഃഖം ബാധിക്കും. അതുകൊണ്ടാണ് ഈ ദേവന്മാർ ദുഃഖിക്കുന്നത്. കാരണം തനിക്ക് സുഖം നൽകിക്കൊണ്ടിരുന്ന പലതും ഇപ്പോൾ കാണാനില്ല, എല്ലാം നഷ്ടമായി. അതാണ് അവർ ദുഃഖിക്കാൻ കാരണം. താദൃക് ചന്ദനമന്ദാര കദംബ വനമണ്ഡിത, ചന്ദനമരങ്ങളും മന്ദാരവൃക്ഷങ്ങളും കദംബ വനങ്ങളും നിറഞ്ഞു നിന്ന ആ മലയപർവ്വതത്തിൻ്റെ വനഭൂമികൾ എല്ലാം പോയിപ്പോയല്ലോ എന്നാണ്. കദംബ വൃക്ഷം, ഈ കദംബ വൃക്ഷത്തെയാണ് നമ്മൾ മലയാളത്തിൽ കടമ്പ എന്ന് പറയുന്നത്. നീലക്കടമ്പ്. അപ്പോൾ അത് പൂക്കുന്ന ഒരു വൃക്ഷമാണ്. ചന്ദനം നല്ല സുഗന്ധമുള്ള ഒരു വൃക്ഷമാണ്. മന്ദാരം അതും പുഷ്പിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ ധാരാളം നിറഞ്ഞു നിന്ന വനഭൂമികൾ, പുഷ്പരാശികളുടെ മണ്ഡപം, പൂക്കളുടെ ഒരു മണ്ഡപം പോലെ. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരാഖണ്ഡിൽ ഒരു സ്ഥലമുണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങളുടെ താഴ്വര. അതായത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ പ്രദേശം മുഴുവൻ, ഒരു താഴ്വര മുഴുവൻ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് മൂടപ്പെട്ടതുപോലെ തോന്നും. അതൊക്കെ ഒരു കാഴ്ചയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് കണ്ടിട്ട് വരണം എന്നൊക്കെ. അതുപോലെ ഇവിടെ പുഷ്പരാശികൾ, പലതരത്തിലുള്ള പൂക്കളുടെ ഒരു മണ്ഡപം പോലെ പ്രകാശിച്ചു നിന്നിരുന്ന ആ മലയപർവ്വതം എവിടെ പോയി? അതൊന്നും നമുക്കിനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് ഒരു ദേവൻ വിലപിക്കുകയാണ്. പുഷ്പരാശീനാം മണ്ഡപൈവ സ്ഥിതോ മലയഃ, മലയപർവ്വതത്തിൽ ധാരാളം ഉള്ള പ്രചുരമായി കാണപ്പെടുന്ന ഒരു വൃക്ഷം ചന്ദന വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് മാലേയം എന്ന വാക്ക് ചന്ദനത്തിന് പര്യായമായി ലഭിച്ചു. മലയപർവ്വതത്തിൽ ധാരാളം കാണപ്പെടുന്നത് ചന്ദനമരങ്ങൾ. അതുകൊണ്ട് ചന്ദനത്തിന് ഒരു പര്യായം മാലേയം. ആ മലയപർവ്വതം എവിടെ പോയി? കഷ്ടം, അതിനെ ഇനി നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഉച്ചാപദാത വിപുല ഹിമവത് ഭൂമയോപിതാഹ നീതാ ശൗക്ല്യരുഷേവാശു രുധിരേണാത്മപങ്കതാം. ഉച്ചങ്ങളും അവതാതങ്ങളും, ഉച്ചം എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉന്നതങ്ങളും അത്യന്തം പരിശുദ്ധങ്ങളുമായ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയ ഭൂമി, ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയും മറ്റും, അവയും മാഞ്ഞുപോയല്ലോ, അവയെയും നമുക്ക് നഷ്ടമായല്ലോ. അവയൊക്കെ
എങ്ങനെയാണ് നഷ്ടമായത്? ഹിമാലയ പർവ്വതം മഞ്ഞ് മൂടിയ, മഞ്ഞിൻ്റെ നിറം വെളുപ്പാണ്, വെളുത്ത തൂമഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട ശിഖരങ്ങളോട് കൂടിയ, അല്ലെങ്കിൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഈ ഹിമാലയ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളൊക്കെ ഇപ്പോൾ ചുവന്നു, രക്തം കൊണ്ട് ഈ രക്തം ഭൂമി മുഴുവൻ ഇങ്ങനെ ഒഴുകുകയാണ്. നീതാ ശൗക്ലിയരുഷേ വാശു, ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ ധവളിമ, അതിൻ്റെ വെളുത്ത നിറം കണ്ടിട്ട് സഹിക്കാതെ രക്തം തൻ്റെ ചുവപ്പ് നിറം ആ ഹിമാലയ സാനുക്കൾക്ക് പകർന്നു കൊടുത്തുവോ എന്ന് തോന്നുമാറ് ഹിമഗിരി ശൃംഗങ്ങളും താഴ്വരകളും എല്ലാം ചുവന്ന നിറത്തിൽ കാണപ്പെട്ടു. അതായത് ഈ രക്തത്തിന് ഈ മഞ്ഞിൻ്റെ ചുവന്ന നിറം കണ്ടിട്ട് സഹിച്ചില്ല. അതുകൊണ്ട് എൻ്റെ നിറമായ ചുവപ്പിനെ ഞാൻ ഈ ഹിമാലയ പ്രദേശങ്ങൾക്ക് പകർന്നു നൽകാം, ദേഷ്യം കൊണ്ടാണോ എന്ന് തോന്നുമാറ് എല്ലായിടവും ചുവന്ന നിറം കൊണ്ട് വ്യാപിച്ചു. ക്രൗഞ്ചദ്വീപതലേ ക്രൗഞ്ചേ യോഭൂത് കൽപദ്രുമോ മഹാൻ ബ്രഹ്മലോകലസച്ഛാഖ സോപി ചൂർണത്വമാഗതഃ. 7 ദ്വീപങ്ങളുണ്ട്: ജംബു, പ്ലക്ഷം, കുശം, ക്രൗഞ്ചം, ശാകം, ശാൽമലി, പുഷ്കരം. ഇങ്ങനെ സപ്തദ്വീപുകൾ ഭൂമിയിലുണ്ട്. അത് ഒരിക്കലും നമ്മുടെ ഭൂമിയല്ല, അതൊക്കെ ആധ്യാത്മിക ഭൂമിയാണ്. ആ ഭൂമിയിലുള്ള ഓരോരോ ഭാഗം ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ആ ആധ്യാത്മികതയുടെ ഓരോരോ അംശങ്ങൾ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഏഷ്യ, ജംബൂദ്വീപ് എന്ന് പറഞ്ഞാൽ ഏഷ്യ എന്നാണ് സാധാരണ പറയുന്നത്. ആ ജംബൂദ്വീപിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഭാരതം. പക്ഷേ ഈ ജംബൂദ്വീപം അതുപോലെ മറ്റ് 6 ദ്വീപുകൾ, അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചാൽ, അല്ലെങ്കിൽ ആ ദ്വീപുകളെ ചുറ്റി ഏതൊക്കെ സമുദ്രങ്ങളാണ് എന്നുള്ള വർണ്ണനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ഈ ഭൂമിയിലുള്ളതല്ല എന്ന് അനായാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സൂക്ഷ്മമായ തലങ്ങളാണ്. ഭൂമിയെപ്പോലെയും സപ്തദ്വീപുകളെപ്പോലെയും സപ്തസാഗരങ്ങളെപ്പോലെയും ഒക്കെ വർണ്ണിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ വാച്യാർത്ഥത്തിൽ തന്നെ നമുക്ക് വാച്യാർത്ഥം തന്നെ ഇവിടെ സ്വീകരിക്കാം.